നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോതമംഗലത്ത് മതം മാറ്റാനുള്ള കാമുകന്റെയും കുടുംബത്തിന്റെയും സമ്മർദ്ദത്തെ തുടർന്ന് 23-കാരിയായ TTC വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. സോന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് രൂപീകരിച്ചു. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാകും കേസ് അന്വേഷിക്കുക. കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളെയും ഉടൻ ചോദ്യം ചെയ്യും. റിമാൻഡിലുള്ള റമീസിനായി കസ്റ്റഡി അപേക്ഷയും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി കോതമംഗലത്ത് നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി സോന ഈ മതം മാറ്റാനുള്ള കാമുകന്റെയും കുടുംബത്തിൻ്റെയും സമ്മർദ്ദത്തെക്കുറിച്ചും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പല ഈ കാമുകൻ തന്നെ ഉപദ്രവിച്ച കാര്യങ്ങളടക്കം കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഈ റമീസിനെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, പ്രതി ചേർത്തിട്ടുള്ളത്. മാതാപിതാക്കളെക്കുറിച്ചും റമീസിൻ്റെ ഒരു സുഹൃത്തിനെക്കുറിച്ചും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഈ 3 പേരെയും, അതായത് മാതാപിതാക്കളെയും ഈ സുഹൃത്തിനെയും പ്രതി ചേർക്കാനുള്ള നീക്കമുണ്ടോ? പോലീസിൻ്റെ തുടർ നടപടികൾ എങ്ങനെയാണ് ഡാനി? ടോമി, കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത് എന്നതാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ സിയെയും അതോടൊപ്പം തന്നെ ഇവിടെ ബിനാനിപുരം SHOയും CAയും ഉൾപ്പെടെയാണ്. ബിനാനിപുരമാണ് ഇയാളുടെ ഈ റമീസിൻ്റെ വീടിൻ്റെ സ്റ്റേഷൻ പരിധി എന്നെല്ലാം പറഞ്ഞത്. അവരുൾപ്പെടുന്ന ഒരു സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ കൂടി പ്രതി ചേർക്കുന്നതിൻ്റെ ഒരു സാഹചര്യവും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ്. ഇതിനിടെ റമീസിൻ്റെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്, കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അത് പരിഗണിക്കും. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിയായ കാര്യങ്ങൾ വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പരിക്കിൻ്റെ സ്വഭാവം, ഗുരുതര സ്വഭാവം, അത് ഏത് രീതിയിലുള്ളതാണ്, എങ്ങനെ മർദ്ദനമേറ്റതാണ്, അത് ഒന്നിലധികം പേർ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ, എങ്ങനെ ആഴത്തിലുള്ള ക്ഷതമുണ്ടോ, ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം റമീസിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത് ഇയാളുടെ മൊബൈൽ ഫോണുകളും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയാണ്. കാരണം ഇത് സംബന്ധിച്ചും ചില സംശയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. റമീസ് ഇവർക്ക് അയച്ച സന്ദേശങ്ങൾ, അതിലെല്ലാം തന്നെ ഈ വാട്സപ്പ് ചാറ്റുകളിലെല്ലാം തന്നെ നീ പോയാലും എനിക്ക് യാതൊരു വിഷയവുമില്ല, ഈ പെൺകുട്ടിയോട് ആ രീതിയിലെല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ട്. കടുത്ത മാനസിക വൈഷമ്യത്തിലേക്ക് പെൺകുട്ടിയെ തള്ളിവിടുന്ന രീതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇയാളുടെ ഭാഗത്തുനിന്ന് മാത്രമാണോ, വീട്ടുകാരുടെ ഭാഗത്തുനിന്നും അതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അത്തരം പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനൊടുവിലായിരിക്കും ഇവരെ ഈ കസ്റ്റഡിയിലെടുക്കുക എന്നത് സംബന്ധിച്ചുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. കസ്റ്റഡിയിലെടുക്കുക, ഇവരെ ചോദ്യം ചെയ്യുക, ഈ സംബന്ധിയായ കാര്യങ്ങളിൽ വ്യക്തവും വിശദവുമായ കാര്യങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വ്യക്തമായിട്ട് ഈ പെൺകുട്ടിയുടെ കത്തിൽ, ആത്മഹത്യാക്കുറിപ്പിലെല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും അത് തന്നെ ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ ഇവരെ നിർബന്ധിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ ഇതിന് സമ്മതം മൂളിയിരുന്നു. ഇത്തരം കാര്യങ്ങൾ, മതപരിവർത്തനം അടക്കം താൻ നടത്താൻ തയ്യാറാണ്. കാരണം അവർ അത്രത്തോളം ഇയാളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരുമിച്ച് പോകാമെന്നതെല്ലാം തന്നെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ചില കാര്യങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇവർക്കിടയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ രൂപപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ആത്മഹത്യ അടക്കമുള്ള സംഭവങ്ങളിലേക്കെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചത്, എങ്ങനെയൊക്കെയാണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ തർക്കങ്ങൾ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഈ കാര്യങ്ങളുടെ ഒരു ചുമതല ഏറ്റെടുക്കുകയും ഏകോപനം നടത്തിയത് മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്യും. തീർച്ചയായും അതേക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. കാരണം ഈ ആലുവയിലെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് റമീസും ഈ സോനയും തമ്മിൽ പ്രണയത്തിലാകുന്നത്. വിവാഹം നടത്താൻ പിന്നീട് എതിർപ്പുണ്ടായിട്ടും 2 മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടായതാണ്. പക്ഷേ എങ്കിൽ പോലും മകളുടെ ഇഷ്ടത്തിന് വഴങ്ങി ഇക്കാര്യത്തിൽ ഈ സോനയുടെ കുടുംബവും റമീസിൻ്റെ കുടുംബവും തമ്മിൽ ചില ധാരണയിലേക്ക് എത്തിയതാണ്. പിന്നീടുണ്ടായ സംഭവങ്ങളാണ് യുവതിയുടെ ആത്മഹത്യയിലേക്ക് എത്തിയതെന്ന് വ്യക്തമാണ്. എന്താണ് അവരുടെ ഇടയിൽ, ഈ 2 പേർക്കും ഇടയിൽ, അതായത് റമീസിനും സോനയ്ക്കും ഇടയിൽ സംഭവിച്ചത് ഡാനി? ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്ന, അല്ലെങ്കിൽ പോലീസിന് മനസ്സിലായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതാണ്.
കാരണം ഇവർ തമ്മിൽ ഏതാണ്ട് ഒരുമിച്ച് ജീവിക്കാനും കാര്യങ്ങളും എല്ലാം തന്നെ ധാരണയായിരുന്നു. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ പെൺകുട്ടി സമ്മതിക്കുന്നു, വീട്ടിലെല്ലാം തന്നെ സമ്മതിച്ച് മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്യുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇവർക്ക് തമ്മിൽ വലിയ രീതിയിലുള്ളൊരു തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് ഇയാളുടെ ഫോൺ പരിശോധിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഈ പെൺകുട്ടി ഫോൺ പരിശോധിക്കുമ്പോൾ ചില വിവരങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അത് ഇയാൾക്ക് മറ്റു ചില ബന്ധങ്ങളുണ്ട്, ചില അനാശാസ്യ കാര്യങ്ങളും അത്തരം കാര്യങ്ങളുമായിട്ട് ഇയാൾക്ക് ചില ബന്ധങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനകൾ ഈ പെൺകുട്ടിക്ക് ലഭിക്കുകയും ഇത് സംബന്ധിച്ച് ആവർത്തിച്ച് ചോദിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിൽ ഇവരുടെ ഈ ഗൂഗിൾ സെർച്ച് കാര്യങ്ങൾ രണ്ടുപേരും അത് കണക്ട് ചെയ്യപ്പെട്ടിരുന്നതായിരുന്നു. അത് ഇയാളുടെ ഈ സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളുമെല്ലാം ഇവർ പരിശോധിച്ചതിൽ നിന്നാണ് ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തത്. അതിനെ ചൊല്ലി ഈ പെൺകുട്ടി പലതവണ ഇയാളോട് ചോദിക്കുകയും ഈ ചോദ്യത്തിൽ പ്രകോപിതനായ ഇയാൾ ഇവരെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. പിന്നീട് ഈ പെൺകുട്ടി തന്നെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് അവരുടെ വീട്ടുകാരോട് തന്നെ ഇതെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്തു. തുടർന്ന് വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. ഇതിനുശേഷം ഇവരെ ഈ വീട്ടിൽ കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം, താൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അപ്പോഴും ഇയാളെ തന്നെ ഈ റമീസിനെ തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ താൻ മതം മാറാൻ തയ്യാറല്ല. ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് പോകുന്ന ഇയാളെ തന്നോട് ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെയെങ്കിൽ തൻ്റെ ഇഷ്ടങ്ങൾ കൂടി അതിൽ നടപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് മതം മാറാൻ താൻ തയ്യാറല്ല എന്നൊരു കാര്യം അവർക്ക് മുന്നേ ഈ വീട്ടുകാർക്ക് റമീസിൻ്റെ വീട്ടുകാർക്ക് മുൻപാകെ അത് അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനെ ചൊല്ലി വീണ്ടും ഈ ബഹളമുണ്ടാകുകയും ഇയാളുടെ വീട്ടുകാരുമായിട്ട് ബഹളമുണ്ടാകുകയും എല്ലാം തന്നെ ചെയ്തു എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ പെൺകുട്ടി ഈ കത്തിലും സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോലീസ് കടക്കണം. അതിൽ ഇയാളുടെ ഈ ഫോൺ കാര്യങ്ങളും ഇതെല്ലാം വിശദമായ രീതിയിൽ പരിശോധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെയും ഇയാളുടെ മാതാപിതാക്കളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്യണം. ഇത് വരും ദിവസങ്ങളിൽ തന്നെ അതുണ്ടാകും. അതിനു മുൻപായിട്ടാണ് മറ്റ് വസ്തുതാപരമായ കാര്യങ്ങളിലുള്ള അന്വേഷണം നടത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഏറെ വിവാദമായ ദ കേരള സ്റ്റോറി എന്ന സിനിമ ഇപ്പോൾ വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നുണ്ട്. ഇതിന് പിന്നിൽ ലവ് ജിഹാദ് ഉണ്ടോ, പ്രണയക്കെണിയുണ്ടോ തുടങ്ങിയ രീതിയിലുള്ള പല ചർച്ചകളും പല ആരോപണങ്ങളും ക്രൈസ്തവ സഭകളടക്കം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇവിടെ ആത്മഹത്യക്കുറിപ്പിൽ വളരെ വ്യക്തമാണ്. സോന എഴുതിയ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട് മതം മാറ്റാൻ തനിക്ക് മേൽ സമ്മർദ്ദമുണ്ടായി എന്ന്. സോനയുടെ അമ്മ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യവും അതുതന്നെയായിരുന്നു. പൊന്നാനിയിലേക്ക് മതം മാറ്റാൻ വേണ്ടി കാറ് വിളിച്ചു, റമീസിൻ്റെ വീട്ടിൽ ഈ പെൺകുട്ടിയെ പൂട്ടിയിട്ടു, തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഈ മതം മാറ്റം ആരോപണത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ഇനി ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ റമീസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമോ? ഇക്കാര്യത്തിൽ കുറെ കൂടി വിശദീകരണം വരേണ്ടതുണ്ട്. കാരണം ഇത് ഒരു വലിയ വിവാദത്തിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ വ്യക്തമായ വാർത്താക്കുറിപ്പ് ഇറക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഛത്തീസ്ഗഡിലല്ല, ഇവിടെയാണ്, കോതമംഗലത്താണ് ഇത്തരം കാര്യങ്ങൾ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തിയേ തീരൂ. കാരണം വലിയ വിഷയമായി പ്രതിഷേധമായി ഇത് അലയടിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വസ്തുതാപരമായ രീതിയിലുള്ള അന്വേഷണമെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി വിശദമായിട്ട് വരേണ്ടതുണ്ട്. ഇന്നലെ പോലീസ് പറഞ്ഞത് നിലവിൽ ഉള്ള വകുപ്പുകൾ ആണ്, ഈ നിലവിൽ ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾക്കപ്പുറം മറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൂടുതൽ തെളിവുകളിലേക്കടക്കം കടക്കേണ്ടതുണ്ട്. അത് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് പോലെ, ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നത് പോലെ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി തെളിവുകളും അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിനാണ് ഇനിയുള്ള ചോദ്യം ചെയ്യലെല്ലാം ഉള്ളത്. അപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെങ്കിൽ കൂടുതൽ തെളിവുകളടക്കം സമാഹരിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള നിർബന്ധിക്കലും കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. നിലവിൽ അത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ടോം. യെസ് ഡാനി, ഇന്ന് തന്നെ റമീസിൻ്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? കാരണം ഇവിടെ ഈ ആത്മഹത്യക്കുറിപ്പാണ് പ്രധാനപ്പെട്ട തെളിവായി ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ സോനയുടെ അമ്മയുടെ മൊഴിയും റമീസിൻ്റെ മാതാപിതാക്കൾക്കും ഇതിൽ പങ്കുണ്ട്, ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു.
അതോടൊപ്പം ഒരു സുഹൃത്തിനെ കുറിച്ചുള്ള പരാമർശവും ഉണ്ടല്ലോ. അതോടൊപ്പം അറിയേണ്ടത് ഈ സംഭവത്തിന് പിന്നിൽ മതമാറ്റം ആരോപണം ഉൾപ്പെടെ നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ മറ്റേതെങ്കിലും ബാഹ്യശക്തികൾ ഇതിന് പിന്നിലുണ്ടോ? ഈ മതം മാറ്റാനുള്ള നീക്കത്തിന് പിന്നിലുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ പോലീസിനെ പരിശോധിച്ചാൽ മാത്രം അതിനൊരു വ്യക്തതയിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഈ രീതിയിലുള്ള പല ആക്ഷേപങ്ങളും പല ദിക്കിൽ നിന്ന് ഉയരുന്നുണ്ട്, പല സാഹചര്യങ്ങളിലും ഉയരുന്നുണ്ട്. മാത്രവുമല്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയങ്ങൾ നേരത്തെയും തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. ഇവിടെ മാത്രമല്ല, നേരത്തെയും ഇത്തരം സംഭവങ്ങൾ പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സഭ തന്നെ, സിറോ മലബാർ സഭ തന്നെ ഇത് ഉന്നയിക്കപ്പെടുകയും ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം എന്ന രീതിയിൽ വീണ്ടും ഇതെല്ലാം തന്നെ രംഗത്തേക്ക് വരുന്നു എന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭ തന്നെ വ്യക്തമാക്കുന്നത്, മീഡിയ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഈ ഒരു വിഷയം അവരുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആരെങ്കിലും പ്രേരക ശക്തിയാകുന്നുണ്ടോ ഇത്തരം ഒരു നീക്കത്തിന്? അത് അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം കാര്യങ്ങൾ അറിയാൻ കഴിയൂ. അവർ മാത്രമല്ല, ഇപ്പോൾ മൊബൈലിൻ്റെ ഒരു ഫോറൻസിക് പരിശോധന പോലെ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇവർ ചാറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഇവർക്ക് ഒരു പ്രേരക ശക്തിയായിട്ടുണ്ടോ? കാരണം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വളരെ നിർബന്ധിച്ചുകൊണ്ട് പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനും അവിടെ വെച്ച് മതപരിവർത്തനം നടത്താനും എല്ലാം തന്നെ ഈ പെൺകുട്ടിയെ വല്ലാതെ നിർബന്ധിക്കുകയായിരുന്നു. ഇന്ന് തന്നെ നടത്തണമെന്ന രീതിയിൽ തന്നെ അവർക്ക് ആ രീതിയിലുള്ള നിർബന്ധങ്ങൾ ഒരു ദിവസം ഉണ്ടായിരുന്നു എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത് കാർ വരെ തയ്യാറാക്കി നിർത്തിയിരുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആരെങ്കിലും ഇത് ഓർഗനൈസ് ചെയ്ത് ഈ രീതിയിൽ പെട്ടെന്ന് നടത്തുക എന്ന രീതിയിലെല്ലാം തന്നെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ തന്നെയാണ്. ഈ മാതാപിതാക്കളെ, റമീസിൻ്റെ മാതാപിതാക്കളെ അടക്കം ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. നിലവിലുള്ളത് ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റ് വകുപ്പുകൾ, അധിക വകുപ്പുകൾ കൂടി ചുമത്തണമെങ്കിൽ കുറെ കൂടി വിശദമായ രീതിയിലുള്ള അന്വേഷണം ഇക്കാര്യങ്ങളിലെല്ലാം, ഈ ആരോപണ വിഷയങ്ങളിലെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. ടോം. വ്യക്തമാണ്. കോതമംഗലത്ത് നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് തടമ്പാട്ടു താഴത്ത് വയോധികരായ സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രമോദ് മരിച്ച നിലയിൽ. തലശ്ശേരി കുയാഴിപ്പുഴയുടെ തീരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. പുഴയിൽ ചാടി ജീവനൊടുക്കിയെന്നാണ് സംശയം. ശനിയാഴ്ച രാവിലെയാണ് സഹോദരിമാരായ ശ്രീജയ, പുഷ്പലളിത എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ രണ്ട് വയോധികരായ സഹോദരിമാരെയും കൊലപ്പെടുത്തിയ ശേഷം സഹോദരൻ പ്രമോദിനെ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണാനില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സഹോദരിമാരെ ഇയാൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായതുമാണ്. എന്തായിരുന്നു ഈ സഹോദരിമാർ ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ ഈ സഹോദരൻ കൊലപ്പെടുത്താനുള്ള കാരണം? അതിനുശേഷം പ്രമോദ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ടോം, അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് തടമ്പാട്ട് താഴത്ത് കഴിഞ്ഞ ദിവസം നടന്നത്. ഈ രണ്ട് വയോധികരായ സഹോദരിമാരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രണ്ടുപേരെയും വെള്ള പുതപ്പിച്ച് പൊതുദർശനത്തിനൊക്കെ പര്യാപ്തമായ രീതിയിൽ തന്നെ കിടത്തിയിരിക്കുന്ന കാഴ്ച കാണുകയും ചെയ്തു. ഇവരുടെ സഹോദരനായ പ്രമോദ് അടുത്ത ബന്ധുവിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു സഹോദരിമാരിൽ ഒരാൾ മരിച്ചു എന്നത്. ഇതേ തുടർന്ന് ബന്ധു അവിടെ എത്തി നോക്കുമ്പോൾ പുറത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല. തുടർന്ന് അയൽവാസികളോട് ഇക്കാര്യം പറഞ്ഞ ശേഷം വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് സഹോദരിമാരെയും രണ്ട് മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടുപേരെയും കട്ടിലിൽ വെള്ളയൊക്കെ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ബന്ധു തന്നെ ആദ്യം ഈ സഹോദരൻ പ്രമോദിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ ലഭ്യമാവുകയുണ്ടായില്ല. അയൽവാസികളും അദ്ദേഹത്തെ ബന്ധപ്പെട്ടെങ്കിലും വ്യക്തമായില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതെ വരുന്നു. പിന്നീട് പോലീസിൽ വിവരമറിയിച്ച് പോലീസ് വന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞു. ഇതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കഴുത്ത് ഞെരിച്ചാണ് രണ്ടുപേരെയും കൊന്നത് എന്ന വിവരം പോലീസിന് ലഭിച്ചത്. പോലീസും ഈ
പ്രമോദിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനൊക്കെ അടിസ്ഥാനമാക്കി നടത്തിയ പരിശോധനയിൽ ഏറ്റവും ഒടുവിൽ ഫറൂഖിലായിരുന്നു ഈ ടവർ ലൊക്കേഷൻ ലഭിച്ചത്. അതിനുശേഷം ഈ പ്രമോദിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ലഭ്യമല്ല. ഫോൺ പൂർണ്ണ സമയം സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലുമായിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ പ്രതിക്കായുള്ള ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കി. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ സംബന്ധിച്ച നിർദ്ദേശം നൽകി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി മേഖലകൾ അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഈ തലശ്ശേരിയിലെ ബീച്ച് പരിസരത്തുള്ള ഒരു പുഴയുടെ തീരത്തായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം കരക്കടിഞ്ഞത്. ആദ്യം ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ പോലീസിന് ലഭിച്ച ലുക്കൌട്ട് നോട്ടീസിലെ ഫോട്ടോകളും മറ്റുമൊക്കെ കണ്ടപ്പോഴാണ് ഇക്കാര്യത്തിൽ പ്രമോദാണ് എന്നൊരു സംശയം വന്നത്. എന്തായാലും ഇപ്പോഴും കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കൃത്യമായ അടയാളങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വെച്ച് ഈ മൃതദേഹമായി ഒത്തുനോക്കിയ ശേഷം മാത്രമേ ഒരു സ്ഥിരീകരണം ഉണ്ടാവാൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രാഥമികമായി തന്നെ ഇത് പ്രമോദാണ് എന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് തങ്ങൾക്ക് നൽകാൻ കഴിയുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും പോലീസിൻ്റെ ഇപ്പോഴുള്ള അന്വേഷണം എന്തിനാണ് ഇത്തരമൊരു കൊടും ക്രൂരകൃത്യം പ്രമോദ് ചെയ്തത്. പ്രമോദ് സഹോദരിമാരുമായി വളരെ സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ 3 വർഷമായി അവർ ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നതും. 3 പേരും അവിവാഹിതരായിരുന്നു താനും. പക്ഷേ ഈ പ്രമോദിന് ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് അയൽവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ തൻ്റെ അനാരോഗ്യം ഒരു വലിയ ഗുരുതരാവസ്ഥയിലേക്ക് മാറിയാൽ അനീഷ് പല രീതിയിലുള്ള സംശയങ്ങൾ വരുന്നു. അനീഷ് സൂചിപ്പിച്ചതുപോലെ 3 അവിവാഹിതരായ സഹോദരങ്ങൾ, അതും അയോധ്യക്കാർ. ഇതിൽ ഈ പോലീസിനോട് നാട്ടുകാർ പറഞ്ഞ വിവരം ഒരിക്കൽ പ്രമോദ് ഈ അടുത്തിടെ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, സഹോദരിമാരെ നോക്കാൻ വയ്യ, മടുത്തു. അതിൽ ഈ പ്രമോദാണ് ഈ 2 പേരെയും പ്രായാധിക്യം കാരണം മറ്റു രോഗങ്ങൾ അലട്ടുന്ന 2 സഹോദരിമാരെയും നോക്കിയിരുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം, അതിൻ്റെ ഒരു അവരെ നോക്കി മടുത്തത് കാരണം ഇരുവരെയും കൊലപ്പെടുത്തിയതാകാം എന്ന് പോലീസും സംശയിക്കുന്നുണ്ട്. അത് നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു സംശയമുള്ളത്, അതോ മറ്റേ ആത്മഹത്യക്കുറിപ്പോ അതല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് ശേഷം പ്രമോദ് മറ്റെന്തെങ്കിലും കുറിപ്പ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ, അതോ ഈ നാട്ടുകാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്? അത്തരമൊരു ആത്മഹത്യാക്കുറിപ്പൊന്നും കൊണ്ട് കിട്ടിയതായി പോലീസ് പറഞ്ഞിട്ടില്ല. വെള്ളത്തിൽ ചാടി മരിക്കുകയാണ് ഉണ്ടായത്. സ്വയം ജീവൻ ഒടുക്കിയെന്ന് തന്നെയാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത്. അതിനുശേഷം മൃതശരീരം കരയ്ക്ക്, ഈ ബീച്ചിനോട് ചേർന്നുള്ള ഒരു പുഴയുടെ കരയ്ക്ക് അടിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആത്മഹത്യാക്കുറിപ്പടക്കം ലഭിച്ചതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസ് പറഞ്ഞിട്ടില്ല. വീട്ടിലും വളരെ ഊർജിതമായൊരു തെരച്ചിൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. കാരണം ഇവരെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി ഇവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സംബന്ധിച്ച എന്തെങ്കിലും ആത്മഹത്യാക്കുറിപ്പോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ അറിയാനുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പോലീസിന് കൃത്യമായ അത്തരമൊരു വിവരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ബന്ധുക്കളും ഈ അയൽവാസികളായ ആളുകളും നൽകുന്ന ഒരു വിവരത്തിൽ നിന്നാണ് ഈ വയോധികരായ സഹോദരിമാരെ നോക്കി അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ച് മടുത്തു എന്ന രീതിയിലേക്ക് പ്രമോദിൻ്റെ ഒരു പെരുമാറ്റം എത്തിയിരുന്നതായി വ്യക്തമാക്കുന്നു. ഒപ്പം ഈ സാമ്പത്തികമായ കുറച്ച് പരാധീനതകളിലുമൊക്കെ ഇയാൾ അകപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇവരെ ആയി മുന്നോട്ടുള്ള പോക്ക് അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു എന്ന ഒരു തരത്തിലേക്ക് തന്നെ പ്രമോദ് എത്തിയിരുന്നു. അതുകൊണ്ടാവാം ഇരുവരെയും വകവരുത്തിയത്. എന്തായാലും അതിനുശേഷം സ്വയം മരണം തിരഞ്ഞെടുക്കുക എന്നത് തന്നെ ആവാം പ്രമോദിൻ്റെ മുന്നിലുണ്ടായിരുന്ന വഴി. പക്ഷേ എന്തുകൊണ്ട് വീട്ടിൽ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല, അല്ലെങ്കിൽ വീടിന് സമയത്ത് ആത്മഹത്യ ചെയ്തില്ല, അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ കൈക്കൊള്ളില്ല എന്ന ചോദ്യമൊക്കെ പ്രസക്തമാവുന്നുണ്ട്. പക്ഷേ അതിലൊക്കെയുള്ള വ്യക്തത ഇനിയും പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരുപക്ഷെ വന്നേക്കാം. മറ്റ് കാര്യങ്ങൾ ഈ കൃത്യത്തിലേക്ക് നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഈ പ്രമോദിൻ്റെ മരണം കൂടി പൂർത്തിയാകുമ്പോൾ പോലീസിന് ഉള്ളത്. ഒന്നെങ്കിൽ ഈ ഇരുവരെയും നോക്കി മടുത്ത് അതുകൊണ്ട് ഇനി തനിക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ ഗുരുതരമായ അസുഖങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലുമൊക്കെ കടന്നു പോകുന്ന ആളാണ് പ്രമോദ്. അതുകൊണ്ട് തനിക്കെന്തെങ്കിലും പറ്റിയാൽ, തനിക്കെന്തെങ്കിലും ഗുരുതരമായ ഒരു അസുഖത്തിൻ്റെ ഇതേ തുടർന്ന് കിടപ്പിലായാൽ ഒരുപക്ഷെ ഈ സഹോദരിമാരെ നോക്കാൻ ആളുണ്ടാവില്ല, അവരുടെ ഒരു പരിചരണം ദുഷ്കരമാവും എന്നൊരു തിരിച്ചറിവിലായിരിക്കും. ഈ 2 വാദഗതികളിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും ഊന്നി നിൽക്കുന്നത്. മറിച്ച് എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നതിനെക്കുറിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തി വരികയാണ്. യെസ്, വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകി. അനീഷ് സൂചിപ്പിച്ചതിലേറെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. വയോധികരായ സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം
സഹോദരൻ ജീവനൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടുകൂടിയാണ് പ്രമോദ് ബന്ധുവിനോട് സഹോദരി മരിച്ചിട്ടുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നത്. രാവിലെ 8 മണിയോടെ ബന്ധുക്കൾ എത്തിയപ്പോൾ വീടിൻ്റെ വാതിൽ ചാരിയിട്ട നിലയിലായിരുന്നു. തുറന്നു നോക്കിയപ്പോഴാണ് 2 മുറികളിലായി 2 പേർ 2 സഹോദരിമാർ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അതിനുശേഷം പ്രമോദിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല. പിന്നീട് ഈ കൊലക്കേസ് പ്രതിയായിട്ടുള്ള പ്രമോദിന് വേണ്ടി, സഹോദരന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി വരികയായിരുന്നു. അതിനിടെയാണ് ഇയാളെ മരിച്ച നിലയിൽ, ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സ്പോട്ട് ലൈവ് തുടരുന്നു. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ SITയുടെ ആദ്യഘട്ട തെരച്ചിൽ ക്ലൈമാക്സിലേക്ക്. അടയാളപ്പെടുത്തിയ ഏറ്റവും അവസാനത്തെ പോയിന്റായ 13-ൽ GPR സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു. ഏറ്റവും കൂടുതൽ മൃതദേഹം സംസ്കരിച്ചത് സ്നാനഘട്ടത്തിന് സമീപമുള്ള ഈ പ്രദേശത്തുനിന്നാണ് സാക്ഷിയുടെ മൊഴി. കേരളീയ വസ്ത്രമണിഞ്ഞ ഒരു പെൺകുട്ടിയടക്കം 8 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ ഈ 13-ാം പോയിന്റിൽ കുഴിച്ചിട്ടുണ്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളി നേരത്തെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ 13-ാം പോയിന്റിലെ പരിശോധന ഈ കേസിൽ, ഈ അന്വേഷണത്തിൽ അതിനിർണായകമാണ്. കാരണം ഇതിനു മുൻപ് നിരവധി പേരുടെ, കഴിഞ്ഞ 12 പോയിന്റുകളിലെ പരിശോധനയിൽ നിരവധി പേരുടെ അസ്ഥികൂടങ്ങൾ, അസ്ഥി കഷ്ണങ്ങളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അത് എത്ര പേരുടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ SIT ഇപ്പോഴും വ്യക്തമായ കണക്കുകൾ, വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 100-ലധികം പേരെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നിരവധി പേരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ അവസാനഘട്ട, ഈ ആദ്യഘട്ട തെരച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അത് എത്രത്തോളം നിർണായകമാണ്? ഇവിടെ നിന്നും ഈ 13-ാം പോയിന്റ് എന്ന് പറയുമ്പോൾ അത് എത്ര ദിവസത്തെ പരിശോധന അവിടെ ആവശ്യമായി വരും? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമാണ് SITയെ സംബന്ധിച്ചിടത്തോളം ഈ പരിശോധന. കാരണം നേരത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ GPR സംവിധാനം ഉപയോഗിച്ച്, അതായത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് 13-ാം പോയിന്റിൽ നടക്കുന്നത്. 13-ാമത്തെ ദിവസമാണ് 13-ാം പോയിന്റിൽ നടക്കുന്ന പരിശോധന. ആദ്യഘട്ടത്തിൽ ഏറ്റവും അവസാനമായി അടയാളപ്പെടുത്തിയ സ്ഥലം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടോം സൂചിപ്പിച്ചതുമാണ്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണത്. കാരണം കേരളീയ വേഷത്തിലൊരു പെൺകുട്ടിയെ ഇവിടെ കുടിച്ചിട്ടുണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയത് 13-ാം പോയിന്റിലാണ്. നേരത്തെയൊക്കെ അത്തരം വിവരങ്ങളുണ്ടായിരുന്നു, പക്ഷെ അത് ഏത് പോയിന്റിലാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് 13-ാം പോയിന്റിലാണ് ഇത്തരത്തിലൊരു കേരളീയ വേഷത്തിലുള്ള പെൺകുട്ടിയെ അവിടെ കുടിച്ചിട്ടുണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തി. അതുകൂടാതെ 8ഓളം പേരെ ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ കുടിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം മൊഴി നൽകിയത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 6 പ്രാദേശികരായ സാക്ഷികൾ കൂടി ഇയാൾ ഇവിടെ ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടു എന്ന വെളിപ്പെടുത്തലുമായി SITക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ സാക്ഷികൾ കൂടി ഉള്ള ഒരു പ്രദേശമാണ് 13-ാം പോയിന്റ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് തത്സമയ ദൃശ്യമാണ് ടോമെ. ഇപ്പോൾ അതിന്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അതായത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് നേരത്തെയൊക്കെ ഉള്ളതുപോലെ തന്നെ രഹസ്യ സ്വഭാവത്തിലുള്ള പരിശോധനയാണ് SIT നടത്തുന്നത്. അതേ രീതിയിലുള്ള പരിശോധന തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഡ്രോൺ GPR ആണ് ഇത് ഈ പ്രദേശത്ത് മാർക്ക് ചെയ്ത മുഴുവൻ പ്രദേശങ്ങളിലും കൃത്യമായി വിശദമായ പരിശോധന നടത്തി എവിടെയാണ് ഇത്തരത്തിൽ മനുഷ്യന്റെ അസ്ഥികൾ അതല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ ലഭിക്കുന്നോ ആ പ്രദേശം കൃത്യമായി പരിശോധിക്കുക. തെളിവ് നശിക്കാതിരിക്കാനും കൂടി അത് ഉപകരിക്കും. നേരത്തെയൊക്കെ നമ്മൾ കണ്ടതാണ്, 1-ാമത്തെ പോയിന്റ് മുതൽ 12-ാമത്തെ പോയിന്റ് വരെ വലിയ തോതിൽ ദുഷ്കരമായിരുന്നു ഈ പരിശോധന. കാരണം വലിയ കുഴി ആഴത്തിൽ എടുക്കുക പ്രയാസമായിരുന്നു. വെള്ളം വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നേത്രാവതി പുഴയുടെ തീരത്തായതുകൊണ്ട് തന്നെ വെള്ളം കുഴിച്ചെടുക്കുമ്പോൾ വെള്ളം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതികൂല കാലാവസ്ഥയിലും പോയിന്റ് 11A, 6, 4 തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ ലഭിച്ചു. പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിച്ചിട്ടുണ്ട്, തലയോട്ട് ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് അസ്ഥികൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും 13-ാം പോയിന്റിൽ രാജ്യം മുഴുവൻ ഇന്ന് കാത്തിരിക്കുന്നത് 13-ാം പോയിന്റ് തന്നെയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നു. ഈ ഡ്രോണിന് ഒരു പ്രത്യേകതയുള്ളത്, ഇത് ഇന്ത്യ പാക് അതിർത്തികളിൽ ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റമൊക്കെ തടയാൻ ഭൂഗർഭ അറകളുണ്ടാക്കി, തുരങ്കങ്ങളുണ്ടാക്കി നുഴഞ്ഞുകയറ്റം തടയാൻ BSF ഉപയോഗിക്കുന്നതിന് സമാനമായ ഡ്രോൺ എന്നാണ് ആഭ്യന്തര വൃത്തം വ്യക്തമാക്കുന്നത്. അമേരിക്കൻ നിർമ്മിത സംവിധാനമാണ്. അത്തരത്തിൽ
ആധുനിക സാങ്കേതിക സംവിധാനമുള്ള ഒരു ഡ്രോൺ ആണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കർണാടക സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല, ഒപ്പം SITയും. ഏതായാലും ആദ്യഘട്ടമാണിത്. ആദ്യഘട്ടത്തിലെ അവസാന പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇനി ഒരു പക്ഷേ വൈകാതെ തന്നെ കോടതിയിൽ ഇത് സമർപ്പിച്ചേക്കും. അതിനുള്ള ഒരു ഒരുക്കങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. 2 ദിവസം പരിശോധന ഉണ്ടായിരുന്നില്ല. ആ ദിവസങ്ങളിൽ ഇതിന്റെ കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു SIT. അങ്ങനെയാണെങ്കിൽ ഇന്നും നാളെയുമായിരിക്കും ഒരു പക്ഷേ ഈ 13ാം പോയിന്റിൽ പരിശോധന ഉണ്ടാവുക. കാരണം അത് വലിയൊരു നേരത്തെ ഉണ്ടായ 1 മുതൽ 12 വരെ ഉണ്ടായ പോലത്തെ ഒരു ഏരിയ അല്ല, വലിയ ഒരു ഏരിയയിലാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തത്സമയ ദൃശ്യം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഇതേ സ്ഥലത്ത് തന്നെയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് മറച്ചു വെച്ചുകൊണ്ടുള്ള പരിശോധന നടത്താൻ ആ റോഡുണ്ട്, പ്രാദേശിക റോഡാണ്. ആ റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഈ റഡാർ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന് സമീപത്തുകൂടി ഇത്തരത്തിൽ വാഹനങ്ങൾ പോകുന്നതും അതൊക്കെ ഇതിന് തടസ്സമാകും. അങ്ങനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ പരിശോധന നടത്തി ഏറ്റവും കൂടുതൽ തെളിവുകൾ, അതായത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന തെളിവുകൾ കൂടി ഉൾപ്പെടുത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. കാരണം കോടതി ഈ ശുചീകരണ തൊഴിലാളി രഹസ്യമൊഴി നൽകിയപ്പോൾ ഇതിൽ വിശദമായ പരിശോധന നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ ശേഖരിക്കാനായി, ഈ കേസിൽ എന്തൊക്കെയാണ് SITയുടെ കണ്ടെത്തലുകൾ, അതെല്ലാം ഇനി കോടതിയിൽ സമർപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഒരുപക്ഷെ നാളത്തെയും കൂടെ പരിശോധന കഴിഞ്ഞാൽ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഇതെല്ലാം കോടതിയിൽ വിശദമായി സമർപ്പിക്കും. ഏതായാലും DGP, ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന DGP അല്പസമയം മുമ്പാണ് പ്രണബ് മൊഹന്തി ഇവിടെ സ്ഥലത്തെത്തിയത്. ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ 13ലെ പരിശോധന നടക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് സസ്പെൻസ് ഉള്ള പോയിന്റ് 13. അവിടെ നിന്നും 3-4 ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ആ ദിവസങ്ങളിലൊന്നും പരിശോധന നടന്നില്ല. ഈ GPR സംവിധാനം എത്താൻ വേണ്ടി കൃത്യമായി SIT കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിപ്പോൾ 13 പോയിന്റ് കൂടാതെ 11A എന്ന പുതിയ പോയിന്റും ഭൂമിയിലെ GPR സംവിധാനം ഉപയോഗിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ്. ഈ സ്പോട്ട് 13ലെ പോയിന്റ് 13ലെ സ്ഥലത്താണ് ഈ പരിശോധന നടക്കുന്നത്. അതിനായി വിദഗ്ധർ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ KV ബൈജു സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘ തലവനും സ്ഥലത്തുണ്ട്. അല്പസമയം മുമ്പാണ് എത്തിയത്. ബൈജു, ഇത് വനമേഖല അല്ല എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവെ ഒരു ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശമാണോ? നിരവധി ആളുകൾ ഈ സ്ഥലത്ത് ഈ പരിശോധന നടക്കുന്നത് കാണാനായി നിരവധി നാട്ടുകാരടക്കം അവിടെ എത്തിയിട്ടുണ്ട്. പൊതുവെ അവിടുത്തെ ആളുകളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? കാരണം കുറേ നാളുകളായി 10-30 വർഷമായി ഭീതിയോടെ കഴിഞ്ഞ, അല്ലെങ്കിൽ അവിടുത്തെ നിയമവും മറ്റ് നിയമവ്യവസ്ഥകളൊക്കെ നടപ്പാക്കിയിരുന്നത് ഡി ഗ്രൂപ്പ് എന്ന ഡി ഗ്യാങ്, അതായത് അവിടുത്തെ ആളുകളെ ഭയപ്പെടുത്തി കൊലയും നടത്തിയിരുന്ന, ഭീഷണിപ്പെടുത്തിയിരുന്ന ഡി ഗ്യാങ്ങിൻ്റെ ഡി ഗ്യാങ്ങിൻ്റെ ഭീകരാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. മാധ്യമങ്ങൾക്ക് നേരെ പോലും അവരുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നു. ആളുകളെ സംബന്ധിച്ചൊരു ആശങ്ക ഒഴിയുന്നൊരു സാഹചര്യമുണ്ടോ, അതോ ഇപ്പോഴും ആശങ്ക കൂടുതൽ വർദ്ധിക്കുന്നു? ഇതുപോലുള്ള നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ, ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു ഭയം ആളുകളെ അലട്ടുന്നുണ്ടോ ബൈജു? ടോമെ, ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. ഡി ഗ്യാങ്ങിന്റെ താവളമാണ് ഈ സ്ഥലം. അതായത് നേത്രാവതി പുഴ, അതിന് തൊട്ടടുത്ത് സ്നാനഘട്ടയിലാണ് ഒരുപാട് ആളുകൾ എത്തുന്നത്. ഈ സ്നാനഘട്ടയിൽ നിന്നും തൊട്ട് പുറത്തു വരുന്ന സ്ഥലത്ത് ഓട്ടോറിക്ഷ, ഡി ഗ്യാങ്ങിന്റെ ഓട്ടോറിക്ഷ ഗ്യാങ്ങാണ്. അവിടെയാണ് ഒരുപാട്, ഇതിൽ ചില ആളുകളാണ്, എല്ലാവരും അല്ല പറയുന്നത്, ചില ആളുകൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചില ആളുകൾ, ഇവരുടെ ഗ്യാങ്ങിൽപ്പെട്ടവർ ഇത്തരത്തിൽ ഇവിടെ വരുന്ന ആളുകളെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി വനത്തിലും മറ്റും കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ആ മൃതദേഹം ഈ ശുചീകരണ തൊഴിലാളിക്ക് ഏൽപ്പിക്കുന്നു. അതായത് ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്നത് ഇതേ സ്ഥലത്ത്. പുറത്ത് ഡി ഗ്യാങ്ങിന്റെ സംഘം, അകത്ത് ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സംഘം. അങ്ങനെ രാത്രിയോടുകൂടി ഈ മൃതദേഹം ഇയാളെ ഏൽപ്പിക്കുകയും ഇയാൾ ഇതിന് സ്നാനഘട്ടയ്ക്ക് തൊട്ട് സമീപമുള്ള ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്ന 13ാം പോയിന്റിൽ ഇത്തരത്തിൽ കുഴിച്ചു മൂടുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിന് തൊട്ട് അടുത്ത് വരുന്നെല്ലാം വനമേഖലകളും
ഈ പുഴയുടെ തൊട്ടു തീരങ്ങളും ഒക്കെയാണ്. പക്ഷേ ഈ സ്ഥലം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പിന്നെ ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡിന് സമീപമാണിത്. അതായത് ധർമ്മസ്ഥലയുടെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്രത്തോളം പ്രധാനമുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. ഈ സ്നാനഘട്ടയിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ എത്തുന്ന സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡി ഗാങ്ങിന്റെ ഭീഷണി വകവയ്ക്കാതെ റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ 13ാം പോയിന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ തലവൻ തന്നെ ഇപ്പോൾ നേരിട്ടെത്തിയിരിക്കുന്നു. അത്രത്തോളം ഗൗരവമുണ്ട് 13ാം പോയിന്റിലെ പരിശോധന. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം 13ാം പോയിന്റിൽ കിട്ടുന്ന നിർണായക തെളിവുകൾ. അതിലൊരു പക്ഷേ മലയാളി കണക്ഷൻ കൂടി വരുന്നുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ വിടുന്ന ഏറ്റവും പുതിയ വാർത്ത. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് വലിയ ചർച്ചയായതാണ്. കേരളീയ വേഷത്തിൽ ഒരു പെൺകുട്ടി അവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടെന്ന്. അത് 13ാം പോയിന്റിലാണെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അത് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ 13ാം പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും കാണാതായ ആ പെൺകുട്ടി? ഇനി അതോടൊപ്പം 8 പേരുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ കുഴിച്ച് സാധാരണ രീതിയിലുള്ള കുഴിച്ച് പരിശോധന പ്രായോഗികമല്ല. കാരണം അവിടെ കുഴിക്കുമ്പോൾ തന്നെ വെള്ളം പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. ഇത് ഒരു മിനി ഡാം ഇതിന് സമീപത്തുണ്ട്. സ്നാനഘട്ടയാണ്. പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ GPR സംവിധാനം ഉപയോഗിച്ച് കൃത്യമായ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ സ്ഥലത്ത് വളരെ ശ്രദ്ധാപൂർവം ഇത്തരത്തിൽ കുഴിച്ച് അത് പുറത്തേക്ക് അടുക്കുക. അതാണിപ്പോൾ SIT രക്ഷപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പച്ച തുണി വെച്ച് മറച്ച് അത്തരത്തിൽ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഇവിടെയും പരിശോധന നടക്കുന്നത്. SITയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നിർണായക ദിനമാണ് ഈ 13ാം പോയിന്റിലെ പരിശോധന. ഇത് 4 ദിവസമായി മാറ്റിവെച്ചുകൊണ്ടിരുന്നതാണ്. കാരണം GPR സംവിധാനം വന്നിട്ട് അവിടെ പരിശോധിച്ചാൽ മതി. കൂടുതൽ തെളിവുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയെടുത്ത് 4ഓളം പോലീസുകാർ, ആയുധധാരികളായ പോലീസുകാർ 24 മണിക്കൂറും കാവൽ നിന്ന സ്ഥലമാണിത്. ഇവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഒരു പക്ഷേ പരിശോധന നാളെ വരെ നീണ്ടേക്കാം. കാരണം GPR സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അവിടെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു പക്ഷേ ഇന്ന് സമയമില്ലെങ്കിൽ നാളെ ആയിരിക്കും ഇവിടെ വിശദമായി കുഴിച്ച് ഈ ഇത്തരത്തിലുള്ള മൃതദേഹ ആവശ്യങ്ങൾ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഒരു പക്ഷേ ക്ഷേത്രഭൂമിയിലും ഇതുപോലെ ഒരു പുതിയ പോയിന്റ്, അതായത് മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നേരത്തെ പരിശോധന നടത്തിയിരുന്നു. അവിടെ 8 അടിയോളം ഉയരത്തിൽ മണ്ണും കല്ലും വസ്തുക്കളും ഒക്കെ ഇട്ട് ഈ തെളിവ് നശിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയെന്ന് അഭിഭാഷകർ ആരോപിച്ചിരുന്നു. ആ പ്രദേശത്തുകൂടി GPRന്റെ സേവനം ഒരുപക്ഷെ ഉപയോഗിച്ചേക്കാം. അവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് മധുവിധു ആഘോഷിക്കാനായ 2 പേരുടെ മൃതദേഹം അവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തുകൂടി GPR പരിശോധന നടക്കും. എന്തായാലും ഈ ആഴ്ചയോടുകൂടി ഈ പരിശോധനയുടെ ഒരു ആദ്യ ഘട്ടത്തെ ഒരു റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ 1 മാസം ഏകദേശം ആകുന്നു SITയുടെ അന്വേഷണം. കുഴിച്ച് പരിശോധന ഇത് 13ാം ദിവസമാണ്. 13ാം പോയിന്റിൽ നടക്കുന്നത്. എല്ലാ പോയിന്റും ഇതുവരെ അടയാളപ്പെടുത്തിയ എല്ലാ പോയിന്റും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി പുതിയ 70 ഇടങ്ങളാണ് ഇദ്ദേഹം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. കൂടുതൽ എടുത്ത് പരിശോധന നടത്തേണ്ടുന്നത്. അത് ഒരു പക്ഷേ കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിനു ശേഷമായിരിക്കും പരിശോധന നടത്തുക. എന്തായാലും ഈ കാര്യത്തിൽ SIT അല്ലെങ്കിൽ കർണാടക സർക്കാരോ പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ഈ GPR സംവിധാനം ഇവിടെ എത്തിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ ഈ പുഴയുടെ അരികിലൊക്കെ പരിശോധന നടത്തുക പ്രായോഗികമല്ല എന്ന ഒരു വിമർശനം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ GPR ടെക്നോളജി കൊണ്ടുവരണമെന്ന് ഒരുപക്ഷെ ന്യൂസ് 18 തന്നെയായിരിക്കും ഇത് ആദ്യമായി പുറത്തുവിടുന്നത്. GPR സംവിധാനം കൊണ്ടുവരാൻ ആലോചിക്കുന്നു എന്നത്. അങ്ങനെ ആ സംവിധാനം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എത്തിയത്. ഇന്നലെ ഒരു പരീക്ഷണ പറത്തൽ അവിടെ നടത്തി. ഡ്രോൺ കൃത്യമായി പരിശോധിച്ചു. അതിനുശേഷമാണ് ഇന്ന് 2 മണിയോടുകൂടി ശുചീകരണ തൊഴിലാളിയെ ഇവിടെ എത്തിച്ചത്. പരിശോധന ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. ധർമ്മസ്ഥലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് കാണുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിനം നിർണായക ദിനം എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളെ പോലല്ല. ഇന്ന് SITയുടെ അന്വേഷണത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, കൂടുതൽ ഇത്തരത്തിലുള്ള മൃതദേഹ ആവശ്യങ്ങൾ ഇവിടുന്ന് ലഭിക്കുമോ, അത് എത്ര സമയമെടുക്കും ഈ പരിശോധന, ഇതൊക്കെയല്ല ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ടോമെ, നിർണായകമായ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന് വേണം പറയാൻ. യെസ്, വ്യക്തമാണ്. ധർമ്മസ്ഥലയിൽ 13ാം പോയിന്റിൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത 13ാം പോയിന്റിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. GPR സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയുടെ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇവിടെ 8 മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നായിരുന്നു നേരത്തെ സാക്ഷി പോലീസിനോട് വെളിപ്പെടുത്തിയത്. കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റിൽ മോഷണ ശ്രമം.
നടക്കാവ് മിനി ബൈപ്പാസിലെ ഔട്ട്ലെറ്റിന്റെ പൂട്ട് തകർക്കാനായിരുന്നു ശ്രമം. സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. 2 പേരാണ് മോഷ്ട സംഘത്തിലുണ്ടായിരുന്നത്. അതേസമയം കോഴിക്കോട് ചാത്തമംഗലം കളൻതോടിലെ ATM കൗണ്ടർ തകർത്ത് പണം കവരാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് പിടികൂടി. അസം സ്വദേശിയായ ബാബുൽ എന്ന 25-കാരനാണ് കുന്നമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് മോഷ്ടശ്രമം നടന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 2ഇടത്തും മോഷ്ടശ്രമമാണ് നടന്നത്. ഒരു കേസിൽ ATM കൗണ്ടർ തകർത്ത് പണം കവരാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അസം സ്വദേശിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റിൽ മോഷ്ടശ്രമം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിയെക്കുറിച്ച് സൂചനയുണ്ടോ? ഇതര സംസ്ഥാനക്കാരാണോ അതിന് പിന്നിലും? ടോം, ഇന്ന് പുലർച്ചെ തന്നെയാണ് 2ഇടത്തും ഇത്തരമൊരു മോഷണ ശ്രമം അല്ലെങ്കിൽ കവർച്ചാ ശ്രമം നടന്നത്. കൺസ്യൂമർ ഫെഡിൻ്റെ നടക്കാവ് മിനി ബൈപ്പാസിലുള്ള ഔട്ട്ലെറ്റിലാണ് ഈ 2 പേർ ചേർന്ന് 2-അംഗ സംഘമാണ് അവർ എത്തിയത്. അവർ മുഖമൊക്കെ മറച്ച് തലയിൽ തോർത്ത് വെച്ചൊക്കെ മറച്ചു കെട്ടിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഒരാൾ മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പൂട്ട് തകർക്കാനായി ശ്രമിക്കുമ്പോൾ ഈ വലിയ കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ച് ആ പൂട്ട് തകർക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ മറ്റൊരാളൊരു ചെറിയ മേശ പോലുള്ള ഒരു സാമഗ്രി ഈ തൊട്ടിപ്പുറത്തിടുകയും, അതായത് ഇയാൾ ഇവിടെ നിന്ന് ഈ പൂട്ട് തകർക്കാൻ ശ്രമം നടത്തുന്നത് പുറത്തു നിന്നുള്ള ആളുകൾക്ക് കാണാതിരിക്കാൻ ഒരു മറയൊക്കെ ഇട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട് ഈ ജീവനക്കാർ ഓടിയെത്തുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ 2 പേരും സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും മറ്റ് സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ ഇത്തരത്തിൽ ബിവറേജുകളിലും അല്ലെങ്കിൽ അടച്ചിട്ട കടകളിലുമൊക്കെ മോഷണം നടത്തുന്ന പ്രതികളുമായൊക്കെ ഈ പ്രതികളുടെ ദൃശ്യങ്ങൾ ഒത്തുനോക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതികളെ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം. വൈകാതെ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഈ പതിവായി ഈ പാറ്റേണിൽ മോഷണം ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ചൊക്കെയാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും മോഷണ വസ്തുക്കളായി ഈ ബിവറേജിനുള്ളിൽ പണമോ അല്ലെങ്കിൽ മദ്യക്കുപ്പികളോ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ ബിവറേജസിലെ ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും മോഷണ ശ്രമം വിഫലമാക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അനീഷ്, ഇവിടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി കവർച്ചാ സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ഈ കവർച്ച നടത്തിയ ഒരു മോഷ്ടാവിനെ പിടികൂടിയിരുന്നു. പലരും ഇതര സംസ്ഥാനക്കാരെന്ന പേരിൽ, അതായത് ഇവിടെ തൊഴിൽ തേടി എത്തുന്നവരാണ്. പകൽ തൊഴിൽ ചെയ്യും, രാത്രി സമയങ്ങൾ കവർച്ച നടത്തും, അതിനുശേഷം അവർ നാട് വിടും, പിന്നീട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ നാട്ടിലെത്തും. ഇങ്ങനെ ഒരു സംഘം തന്നെ ഈ കോഴിക്കോട് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കവർച്ചാ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന സൂചന നേരത്തെ പുറത്തു വന്നതാണ്. ഇവിടെയും അത്തരമൊരു സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? അങ്ങനെ ഈ രാത്രി സമയങ്ങളിൽ ഈ കവർച്ചകൾ അടിക്കടി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ രാത്രികാല പരിശോധനകളൊക്കെ ശക്തമാക്കാനുള്ള നീക്കം ഉണ്ടാകുമോ? ടോം, ഈ ചാത്തമംഗലത്ത് നടന്ന ഈ ATM കവർച്ചാ ശ്രമത്തിൽ പിടിയിലായിരിക്കുന്നത് ആസാം സ്വദേശിയായ ബബൂൽ എന്നയാളാണ്. ഇയാൾ കുറച്ച് നാളുകളായി ഈ കുന്നമംഗലം മേഖലയിൽ താമസിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ സമർത്ഥമായാണ് ഇയാൾ ഈ കളൻതോട്ടിലെ ATM കൗണ്ടർ തകർത്ത് പണം കവരാൻ ശ്രമിച്ചത്. പുറത്തു നിന്നുള്ള പൂട്ട് മാറ്റിയ ശേഷം ഷട്ടർ താഴ്ത്തിടുകയും അകത്തു നിന്നും ഈ ഷട്ടർ താക്കോൽ ഉപയോഗിച്ച് പൂട്ടുകയും അല്ലെങ്കിൽ ഈ താഴ് ഉപയോഗിച്ച് പൂട്ടുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു ഇയാളുടെ മോഷണ ശ്രമം. പക്ഷേ ഈ സമയത്ത് ഈ വഴി പെട്രോളിംഗ് നടത്തി വരികയായിരുന്ന SI പ്രദീപ് മച്ചിങ്ങലിൻ്റെ ശ്രദ്ധയിൽ ഈ ATMൻ്റെ പൂട്ട് തുറന്നായി ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ജീപ്പ് നിർത്തി അകത്തേക്ക് നോക്കിയപ്പോഴാണ് ഉള്ളിൽ നിന്നും ഈ ഷട്ടറുകൾ പൂട്ടിയിട്ടിരിക്കുന്നതായി ഈ പോലീസ് സംഘത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അതിനുശേഷമാണ് ഈ പ്രതി അകത്തുണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ഇടപാടിനുള്ള ആൾ അല്ല എന്ന് പോലീസിന് മനസ്സിലാക്കുകയും ചെയ്തു. ഇയാളെ പിടികൂടാനായി ശ്രമിച്ചപ്പോൾ
വളരെ പെട്ടെന്ന് തന്നെ ഇയാൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ പിന്തുടർന്ന പോലീസ് സംഘം ഇയാളെ പിടികൂടുകയുമായിരുന്നു. അങ്ങനെ കോഴിക്കോട് നഗരത്തിൻ്റെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നായി ജോലിക്കെന്ന വ്യാജേന എത്തി താമസിക്കുകയും പകൽ ജോലിയിൽ ഏർപ്പെടുകയും രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ മോഷണം നടത്തുകയും ചെയ്യുന്നു. എന്തായാലും ഭാഗ്യവശാൽ ഈ മോഷണ കേസുകൾ, അതായത് ബിവറേജിൻ്റെ കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റിലുണ്ടായ മോഷണവും ഈ കളന്തോടിലെ ATM കൗണ്ടറിന് മുമ്പിൽ നടത്തിയ മോഷണ ശ്രമവും പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. രണ്ടിടത്തു നിന്നും പണമോ മറ്റ് വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടുമില്ല കേട്ടോ. അനീഷ്, ഈ കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റിൽ മോഷണം നടത്തിയ അത് 2 അംഗ സംഘമാണ് അവിടെ എത്തിയതെന്ന സൂചനയുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? കാരണം ഇവിടെ CCTVയിൽ അതിൽ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതിന് ശേഷം ഇവിടുത്തെ ഈ കവർച്ചാശ്രമത്തിന് ശേഷം അവർ മറ്റെവിടേക്കാണ് പോയത്? മറ്റെവിടെയെങ്കിലും ഈ സമീപ പ്രദേശങ്ങളിൽ കവർച്ച നടന്നിരുന്നോ? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ, പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പോലീസ് വളരെ വിശദമായി തന്നെ ഇക്കാര്യം പരിശോധിച്ച് വരികയാണ്. മറ്റിടങ്ങളിലൊന്നും ഇപ്പോൾ നിലവിൽ കവർച്ച ശ്രമങ്ങളോ അല്ലെങ്കിൽ കവർച്ചയോ നടന്ന വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ മോഷണ രീതി പരിശോധിക്കുമ്പോൾ സ്ഥിരമായി ഇത്തരം ഈ പൂട്ട് തകർത്ത് മോഷണത്തിൽ ഏർപ്പെടുന്ന പ്രതികളാണ് എന്നാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം വലിയ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചാണ് ഈ താഴ് തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തന്നെ ഒപ്പമുണ്ടായിരുന്ന അടുത്തയാൾ ഈ ഒരു മേശ ഉപയോഗിച്ച് ഇയാൾ നടത്തുന്ന ഈ മോഷണ ശ്രമം മറയ്ക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പെട്ടെന്ന് കാണാതിരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് വളരെ പരിചയസമ്പന്നരായ ആളുകളാണ്. സാധാരണഗതിയിൽ ഈ സ്ഥിരമായി കവർച്ചാശ്രമം നടത്തുന്നവർ ഒരു സ്ഥലത്ത് ഒരു ദിവസം നടത്തിയാൽ പിന്നീട് ഉടൻ ആ മേഖലയിൽ നടത്താൻ സാധ്യതയില്ല. കുറച്ച് മാറി ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആവും നടത്തുക. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ പെട്രോൾ പമ്പിലും മറ്റുമൊക്കെ എത്തി കവർച്ച നടത്തുന്ന ആളുകൾ ഓരോ ജില്ലകൾ ഒഴിവാക്കി അല്ലെങ്കിൽ വിദൂര പ്രദേശങ്ങളിലുള്ള പമ്പുകളിലേക്കും മറ്റുമൊക്കെ പോയി മോഷണം നടത്തുന്ന ഒരു പാറ്റേൺ, അത്തരത്തിലൊരു പാറ്റേൺ ആവാം ഇതെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും സമീപ കാലങ്ങളിൽ ഈ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞതും ഈ മോഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കട കുത്തി തുറന്ന് മോഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായ പ്രതികളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. എന്തായാലും വൈകാതെ പ്രതികളിലേക്ക് എത്താൻ കഴിയും. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം തിരൂരിൽ ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തുനശിച്ചെന്ന് കരുതിയ സംഭവത്തിൽ ട്വിസ്റ്റ്. പോലീസ് അന്വേഷണത്തിൽ വീട്ടുടമ അനധികൃതമായി സൂക്ഷിച്ച പടക്കവസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് തെളിഞ്ഞു. ഇതോടെ വീട്ടുടമ തിരൂർ സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തുനശിച്ചെന്ന് കരുതിയ സംഭവത്തിലാണ് വഴിത്തിരിവുണ്ടായത്. വിവരങ്ങളുമായി ജിഷാദ് ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്ന്. ജിഷാദ്, ഇവിടെ മാധ്യമങ്ങളെയും പോലീസിനെയും അടക്കം തെറ്റിദ്ധരിപ്പിച്ചൊരു സംഭവമാണ്. അതായത് വീട്ടുടമ തയ്യാറാക്കിയൊരു തിരക്കഥ. ഇവിടെ പടക്കം, അനധികൃതമായി സൂക്ഷിച്ച പടക്ക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായതാണ് ഈ സംഭവത്തിന്, വീട് പൂർണ്ണമായും കത്തുനശിക്കാനുള്ള കാരണമെന്ന് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 10:30 ഓട്ടോ ഡ്രൈവറായ സിദ്ദീഖിന്റെ വീട് കത്തിനശിച്ചത്. പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നതിന്റെ ആണ് അപകടമെന്നാണ് കുടുംബം പറഞ്ഞിരുന്നത്. ഈ കുടുംബം പുറത്തു പോയ സമയത്തായിരുന്നു ഈ അപകടം നടക്കുന്നത്. വലിയ ശബ്ദത്തോടെ തീ പടരുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് വെള്ളം എടുത്ത് ഈ തീ അണക്കുകയായിരുന്നു. തുടർന്ന് തിരൂർ ഫയർഫോഴ്സിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്ത് എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന, അതായത് കുട്ടികളുടെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ അലമാരിൽ സൂക്ഷിച്ചിരുന്ന രേഖകളും വസ്ത്രങ്ങളും അടക്കം പൂർണ്ണമായും കത്തി നശിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ വീട്ടുടമ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ്, അതായത് നമ്മളടക്കം ഈ സ്റ്റോറി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. വീട്ടിൽ സൂക്ഷിച്ച പവർ ബാങ്ക്, അതായത് ചാർജ് ചെയ്യുന്നതിന്റെ പവർ ബാങ്ക് ചാർജിലിട്ടിരുന്നു. ഈ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഈ അബൂബക്കർ സിദ്ദീഖ് നമുക്കടക്കം ബൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോറിയിൽ. അതിനുശേഷം ഈ സംഭവം പോലീസ് അന്ന് തന്നെ മുഖവിലേക്ക് എടുത്തിരുന്നില്ല. അതായത് അബൂബക്കർ സിദ്ദീഖിന് ഇതിനു മുമ്പും ഈ പടക്കം സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. കഴിഞ്ഞ പെരുന്നാളിന് സൂക്ഷിച്ച പടക്കമാണ് ഈ അപകടത്തിലേക്ക് കാരണമാകുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് അതായത് ഫോറൻസിക് വിദഗ്ധർ അടക്കം ഈ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി. തുടർന്നാണ് ഈ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ നിന്ന് ഈ പടക്കം പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്ന് പോലീസ് കണ്ടെത്തുന്നത്. ഇന്നലെ അബൂബക്കർ സിദ്ദീഖിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് പറയുന്നത്.
ഈ വീട്ടിൽ പടക്കം പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം ഉണ്ടായത്, പവർ ബാങ്ക് ആയിരുന്നില്ല. കാരണം മാധ്യമങ്ങളെ അടക്കം ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. കാരണം എല്ലാവരും ഈ സാധനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പടക്കം അനധികൃതമായി സൂക്ഷിച്ചാൽ ജയിൽ ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ലഭിക്കുന്ന ഈ അബൂബക്കർ സിദ്ദീഖിന് മുന്നേ അറിയാം. അത് കാരണം തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് ഇത്തരത്തിലൊരു തിരക്കഥ തയ്യാറാക്കി നാട്ടുകാരെ മൊത്തത്തിൽ പൊട്ടന്മാരാക്കിയത്. എന്തായാലും അബൂബക്കർ സിദ്ദീഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റിമാൻഡിലാണ്. ജിഷാദ്, ഇവിടെ ഇങ്ങനൊരു പ്രത്യേകിച്ച് അനധികൃതമായി പടക്കം സൂക്ഷിച്ചാൽ ഗുരുതരമായ വകുപ്പുണ്ടാകും. അതെന്തിനാണ് ഇയാൾ അവിടെ സൂക്ഷിച്ചത്? ഈ പടക്കം എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ചത്? മറ്റെന്തെങ്കിലും ഇതിനു മുൻപ് ഇതുപോലുള്ള കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ അബൂബക്കർ സിദ്ദീഖ്. എന്തിനാണ് ഇയാൾ അവിടെ പടക്കം സൂക്ഷിച്ചതെന്ന കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അബൂബക്കർ സിദ്ദീഖ് ഇത്തരത്തിൽ പടക്കം സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള പോലീസ് ടീം കണ്ടെത്തിയിരുന്നു. കാരണം ഇതിനായിട്ട് അബൂബക്കർ സിദ്ദീഖ് കടക്ക് ലൈസൻസ് ലഭിക്കുന്നതിനായി ഈ അബൂബക്കർ സിദ്ദീഖ് ലൈസൻസ് അടക്കം സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും ഈ അപകടം പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചെന്നായിരുന്നു നാട്ടുകാരെയും അതുപോലെ തന്നെ മീഡിയാസിന്റെ അടുത്തും ഈ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇതിലാണ് ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖിനെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ പടക്കം പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തമാണ്. ജിഷാദാണ് തിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തി നശിച്ചെന്ന് കരുതിയ സംഭവത്തിലാണ് വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് തുടരുന്നു. CPM നേതാവ് G സുധാകരനെതിരായ അശ്ലീല പരാമർശത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ. അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം M മിഥുനെയാണ് അറസ്റ്റ് ചെയ്തത്. രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനെ പ്രശംസിച്ചായിരുന്നു അധിക്ഷേപം. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അതേസമയം മിഥുന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്ന വിവരങ്ങളുമായി. ശരണ്യ, ഈ G സുധാകരനെതിരെ ഈ സമീപകാലത്ത് സൈബർ സഖാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ, വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു അറസ്റ്റിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമുണ്ടായി. ഈ മിഥുൻ മാത്രമാണോ G സുധാകരനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടത്? ടോമെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി G സുധാകരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് CPM-വുമായി ബന്ധപ്പെട്ട യുവജന വിഭാഗം ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന രീതി പതിവായി മാറുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ UDF-വുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ, അതായത് വിവിധ ജില്ലകളിലായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിക്ക് പിന്തുണ അറിയിക്കുകയും ഒപ്പം തന്നെ അത്തരത്തിലുള്ള പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ പല ഘട്ടത്തിൽ മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ചിത്രങ്ങൾ സഹിതം ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചിരുന്നു. എന്നാൽ G സുധാകരൻ മാത്രം അതിനകത്ത് ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ശ്രദ്ധേയം. G സുധാകരൻ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ നടന്ന പരിപാടിയുടെ ചിത്രം തന്റെ നവമാധ്യമത്തിലൂടെ അദ്ദേഹം പുറത്തുവിട്ടു. ഒപ്പം തന്നെ അതിനകത്ത് വ്യക്തമാക്കിയിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലഹരി അടക്കമുള്ള വിഷയങ്ങൾ വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് ഈ പരിപാടിക്ക് പിന്തുണ നൽകേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം കുറിച്ചത്. അത് സംബന്ധിച്ചാണ് ഈ CPM-ന്റെ തന്നെ അമ്പലപ്പുഴ ലോക്കൽ കമ്മിറ്റി അംഗമായ മിഥുൻ വളരെ മോശമായി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ സുധാകരന്റെ പോസ്റ്റ് താഴെയായി വന്ന് അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ, അതായത് CPM നടത്തുന്ന പരിപാടികളെ കുറിച്ച് താങ്കൾ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഏറ്റവും ഒടുവിൽ പോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പറയാൻ കൊള്ളില്ലാത്ത അസഭ്യ വാക്കുകളാണ് മിഥുൻ ഉപയോഗിച്ചിട്ടുള്ളത്. തുടർന്നാണ് G സുധാകരൻ പോലീസിൽ പരാതി നൽകിയത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങളിലൂടെ തന്നെ CPM-ന്റെ യുവ നേതൃത്വം ആക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ച് G സുധാകരൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നടപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ പുന്നപ്പുറ പോലീസ് അതിൽ കേസെടുക്കുകയും ഒപ്പം തന്നെ മിഥുനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഫോൺ അവിടെ കസ്റ്റഡിയിലെടുത്താണ് മിഥുനെ വിട്ടയച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്തരം ആക്ഷേപങ്ങളൊക്കെ G സുധാകരൻ നേരെ ഉയരുന്ന ഘട്ടത്തിലും CPM നേതൃത്വം അതിനകത്ത് ഒരു അച്ചടക്ക നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ള ശ്രദ്ധേയമാണ്. DYFI-യുടെയും SFI-യുടെയും ഒക്കെ മുൻനിര നേതാക്കൾ ജില്ലയിൽ നിന്നുള്ള അതാണ് ശരണ്യ. കാരണം ഇവിടെ ഈ മിഥുനെതിരെ മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുൻപും G സുധാകരനെ ലക്ഷ്യമിട്ടുകൊണ്ട്
വ്യക്തിപരമായി അങ്ങേറ്റം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ സൈബർ എടുത്ത് വലിയ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നുണ്ട്. ഇവിടെ ഈ മിഥുനെതിരെ പോലീസ് മിഥുനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ ഇയാൾക്കെതിരെ പാർട്ടി തലത്തിലും അച്ചടക്ക നടപടി ആവശ്യമല്ലേ? തീർച്ചയായിട്ടും സംഘടന CPM-നെ സംബന്ധിച്ചിടത്തോളം CPM വ്യക്തമാക്കുന്നത് ജി സുധാകരൻ മുതിർന്ന നേതാവാണ്. മാത്രമല്ല ജില്ലയിൽ VS-ന് ശേഷം പുന്നപ്രവേല രക്തസാക്ഷി അനുസ്മരണത്തിനടക്കം ദീപശിഖ കൊളുത്തുന്ന CPM-ന്റെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ. ആ രീതിയിലാണ് CPM ഓരോ ഘട്ടത്തിലും സുധാകരനെതിരെ വരുന്ന കാര്യങ്ങളിൽ പ്രതികരണം നടത്തുന്നത്. പക്ഷേ എന്നാൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് കേഡർ സ്വഭാവമുള്ള പാർട്ടി അത്തരം സംവിധാനങ്ങളിൽ നിന്ന് മാറി വളരെയധികം അച്ചടക്കരാഹിത്യം കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യുവ നേതാക്കൾ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കമന്റുകളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും പാർട്ടി ഇതിനകത്ത് ഇതുവരെ നടപടി എടുക്കുന്നതായി കണ്ടിട്ടില്ല. പറയുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലൊക്കെ ജി സുധാകരൻ അനിഷേധ്യനായ നേതാവാണെന്ന് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വ്യക്തമാക്കുമ്പോഴും സംഘടനാ രീതിയിൽ എന്തുകൊണ്ട് അച്ചടക്ക നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും CPM എടുക്കാത്ത ഒരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മിഥുനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോം. യെസ്, തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മുൻ മന്ത്രിയും CPM മുതിർന്ന നേതാവുമായ ജി സുധാകരനെതിരായ അശ്ലീല പരാമർശത്തിലാണ് CPM ലോക്കൽ കമ്മിറ്റി അംഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം M മിഥുനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ടെങ്കിലും മിഥുൻ്റെ മൊബൈൽ ഫോൺ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. കാരണം ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഇനി പാർട്ടി എന്ത് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം? ഒരു മുതിർന്ന അംഗത്തെ, ആലപ്പുഴയിലെ ഒരു മുതിർന്ന അംഗത്തെ, പാർട്ടി നേതാവിനെ ഈ രീതിയിൽ ആക്ഷേപിച്ച ആൾക്കെതിരെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അച്ചടക്ക നടപടി ഉണ്ടാകേണ്ടതാണ്. മാത്രമല്ല ഇവിടെ ജി സുധാകരനെതിരെ അശ്ലീല പരാമർശം നടത്തിയ CPM നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് നടൻ വിനായകനെതിരെ അത്തരമൊരു നടപടി ഉണ്ടാകാത്തെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം പല പ്രമുഖരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തി അപകീർത്തിപ്പെടുത്തുന്ന, വനിതാ മാധ്യമ പ്രവർത്തകയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളും പോസ്റ്റുകളും ഒക്കെ തുടർച്ചയായി ഉണ്ടായിട്ടും വിനായകനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി അതിനുശേഷം പിന്നീട് വിട്ടയക്കുന്നു. അതൊരു കവിത മാത്രമാണ് എഴുതിയത്, താൻ അശ്ലീല പരാമർശം നടത്തിയിട്ടില്ല, താൻ എഴുതിയൊരു കവിതയാണെന്ന രീതിയിലുള്ള വിചിത്രമായ വാദമാണ് വിനായകൻ ഉയർത്തത്. ആ വിചിത്രമായ വാദം വിശ്വസിച്ച് പോലീസ് വിനായകനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് എത്തിയത്. അതാണ് നമ്മുടെ നാട്ടിലെ നിയമം. കാരണം പോലീസ് ഇതുപോലുള്ള സെലിബ്രിറ്റികൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്തത് ഈ നാട്ടിലെ നിയമത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ദുർബലമാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.